ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഫെബി, ആ ഞായറാഴ്ച ആണ്ട്ടോ നമ്മൾ പോണ്. എങ്ങോട്ട്? ആ പെണ്ണിനെ കാണാനേ. ഏത് പെണ്ണിനെ? ഞാനൊരു കുട്ടിയെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, അവളെ കാണാൻ. ഇത്ര പെട്ടെന്നോ? ഫെബി കണ്ണുമിഴിച്ച് ഉമ്മയെ നോക്കി. അതിനെന്താ, കേട്ടറിവെച്ച് എല്ലാം കൊണ്ട് നമുക്ക് ചേരുന്ന. ഇനി നേരി കണ്ട് നിനക്കൊന്ന് പറ്റിയാൽ മാത്രം മതി. നിങ്ങൾ ഇത്രയൊക്കെ തീരുമാനിച്ചോ? പിന്നില്ലാണ്ട്. എന്നാ പിന്നെ ഇനി ഞാനെതിർത്തിട്ട് കാര്യമില്ലല്ലോ. ഞായറാഴ്ചല്ലേ, പോയിക്കോളാം. ആ അങ്ങനെ വഴിക്ക് വാ നീ. കോളേജിലെത്തി ഉടനെ കണി കാണുന്ന ഫെബിൻ സാറ് പയ്യനെ നിർത്തി പൊരിക്കുന്നതാണ്. ഇയാള് ശരിക്കും കാണാമൃഗം തന്നെയാണെന്നാ ഇപ്പൊ എന്റെ സംശയം. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യര്? പാവ ആ ചെക്കൻ. ആദ്യ ആശയോടായി പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, നീ ഇനി അവിടേക്ക് എത്തി നോക്കാൻ പോയി രാവിലെ തന്നെ അങ്ങനെ വായിലിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട. ആശ അവളെയും വലിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. അയാളൊക്കെ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ഒരു അവസ്ഥയെ ചീത്തയിട്ട് അതിന്റെ ജീവിതം പുകയാവും. എടി എന്റെ ഷർട്ട് എവിടെ? എടി എന്റെ പാന്റ് എവിടെ? എടി എന്റെ ഷൂ എവിടെ? ചായ, കാപ്പി, പലഹാരം, അതെടുക്ക്, ഇതെടുക്ക്, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് പോരുത്. എന്റെ പടച്ചോനെ എന്നും പറഞ്ഞ അവൾ നെറ്റിയിലടിച്ചു. അതിലോ പെട്ടെന്ന് പുറകിൽ നിന്ന് സാറിന്റെ ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്നു. പതുക്കെ അവന്റെ നേരെ തിരിഞ്ഞു. സാർ, ഇയാളോടൊന്ന് സംസാരിക്കാൻ ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുക. എന്താ സാർ? ഇനി ക്ലാസ്സിൽ ഡള്ളായിട്ടിരിക്കുന്നു. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ വായിൽ തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോയി. സോറി. അയ്യേ സാർ, സോറി ഒന്നും വേണ്ട, ഞാനത് അപ്പോഴേ വിട്ടു. ഒരു സോറി പറഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നും വരാനില്ലടോ. ഞാനൊന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഷൗട്ട് ചെയ്തതിന് ശേഷമല്ലേ ഇയാളിങ്ങനെ ഗ്ലൂമി ആയത്. ഇനി നിന്നെ ഞാൻ അങ്ങനെ കാണരുത്. ഇല്ല സാർ, ഞാൻ ഓക്കെയാണ്. എന്നാ വിട്ട് രണ്ടുപേരും. ഒരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ച് ഫെബിൻ തിരിഞ്ഞടന്നു. എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? ആ പോക്ക് നോക്കിയൊക്കെ ആദ്യ ആശയോടായി ചോദിച്ചു. ആശ അവളെ നോക്കി കൈമലർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന റിൻഷ ഓടി അവർക്കരിയിലേക്ക് വന്നു. ആദി, സാറിന് ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നേ, നീ അടുത്ത പോലെ ഏടാകൂടെ ഒപ്പിച്ച ആൾക്ക് പണിയുണ്ടാക്കി വെച്ചോ? അത് ചോദിച്ചപ്പോൾ അവളുടെ സംസാരത്തിൽ ഒരു പരിഹാസം കലർന്നിരുന്നു. ആഷിക അത്ര രസിച്ചില്ല. റിൻഷക്ക് സാറിനോട് ഒരു ചായ കൊണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവൾക്കുള്ള മറുപടി കൊടുത്തു. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാറുകൾ ഒത്തിരി വഴക്ക് പറഞ്ഞില്ലേ, അതോർത്തിട്ട് അങ്ങേക്ക് വല്ലാത്തൊരു ഖേദം വന്ന് സോറി പറഞ്ഞിട്ട് പോയി. എന്താണോ എന്തോ, ഇനി മനസ്സിൽ വേറെ വല്ലതും തോന്നിയിട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ. അത് കേട്ട് വായും പൊളിച്ച് നിൽക്കുന്ന റിൻഷയെ നോക്കി നല്ലോണം നിളിച്ച് കൈകോർത്ത് പിടിച്ച് അവർ ക്ലാസ്സിലേക്ക് ചുവടുകൾ വെച്ചു. രാവിലെ തുടങ്ങിയ ബഹളമാണ്. അടുക്കളയിൽ ഉമ്മയും ജോലിക്കാരും ചെയ്തീരായിട്ട് ഷിയാബും ആദ്യ ആശയും കൂടെ അംഗകളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉച്ചയോടെ എല്ലാവരും എത്തും. അപ്പോഴേക്കും ഭക്ഷണം തരാതരം ഉണ്ടാക്കണം. അതുപോലെ വല്ല ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തറവാട്ടിലേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നിനൊരു കുറവും വരുന്ന ഷിയാബിന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അടുക്കളയിൽ പാചകത്തിനോടൊപ്പം വാചകമണി നടക്കുന്നതുകൊണ്ട് ജോലി ക്ഷീണം ആരും അറിഞ്ഞില്ല. ചിക്കൻ ദം ബിരിയാണിയൊപ്പം പൊരിച്ചതും കരിച്ചതും സാലഡും ജ്യൂസുകളും അങ്ങനെ തുടങ്ങിയ ഭക്ഷണത്തിന്റെ ഒരു മഹാമേള തന്നെ നിരന്നു. ഏതാണ്ട് പറഞ്ഞ സമയത്ത് തന്നെ ഓരോ കാറുകളായി തറവാടിന് മുറ്റത്തേക്ക് അണിനിരന്നു. എറണാകുളത്തുള്ള ഉപ്പയുടെ മൂത്ത ജ്യേഷ്ഠന്റെ ഭാര്യയും അവരുടെ 2 ആൺമക്കളും വിദേശത്തുള്ള രണ്ടാമത്തെ ജ്യേഷ്ഠനും ഭാര്യയും മക്കളും അവരൊരുമിച്ചാണ് വന്നത്. 15 മിനിറ്റ് വൈകി ഉപ്പയുടെ ആകെ കൂടിയുള്ള ഒരു പെങ്ങളും അവരുടെ 3 മക്കളും ഭർത്താവും ലാൻഡ് ചെയ്തു. ഒച്ചയും ബഹളമില്ലാതെ കിടന്ന വീട് അതോടെ ഉണർന്നു. ഇനി ഉമ്മയുടെ ഫാമിലി കൂടി എത്താനുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ അവരും വരുമെന്നാണ് പ്രതീക്ഷ. വിശപ്പിന്റെ വിളിയാളവുമായിട്ടാണ് എല്ലാവരും അങ്ങോട്ട് കാൽകുത്തിയത്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല. ബിരിയാണി ദമ്മ് പൊട്ടിച്ചു. അതിന്റെ മണം അന്തരീക്ഷത്തിലാകെ പരന്നൊഴുകി. പെട്ടെന്ന് ഫ്രഷായി വന്ന് എല്ലാവരും ഊൺമേശയ്ക്ക് ചുറ്റും ഇരുന്നു. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനോടൊപ്പം പരസ്പരം വിശേഷങ്ങളും പങ്കുവെച്ചു. മലനീടുന്ന ഫോണിൽ തോണ്ടുന്ന ഫെബിയെ കുറച്ചേരം ഉമ്മ തുറുക്കനെ നോക്കി നിന്നു. അവനതൊന്നും കാണുന്നതിലെന്ന് മനസ്സിലായതും ചുണ്ടി വിളിച്ചുകൊണ്ട് വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്ന് കാലിൽ ഒറ്റ വീക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അവൻ ഞെട്ടിപ്പിടഞ്ഞോട് ചാടി എഴുന്നേറ്റു. എന്തൊരു കഷ്ടവുമാ ഇത്! ഒരു കോളേജ് അതേപോലെയാ, യാതൊരു ദാക്ഷിണ്യമില്ല നിങ്ങളിങ്ങനെ തല്ലുന്നു. തല്ലിയല്ല, നിന്നെ കൊല്ലാൻ ആളില്ലായിട്ടാ. ഇങ്ങനെ നിന്ന് ഒച്ചയെടുക്കാൻ മാത്രം ഞാൻ എന്ത് കുറ്റാ ചെയ്ത്? എടാ, നാളെ ആ കുട്ടി കൊടുക്കാനുള്ള ഗിഫ്റ്റും ചോക്ലേറ്റും എവിടെ? എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചോ നീ? ഓ, അതാണ് കാര്യം. അതിനെനിക്കിതിൽ മുൻപരിചയമൊന്നുമില്ലല്ലോ. നിങ്ങളാരെങ്കിലും പറഞ്ഞു തരണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും അറിയാത്തൊരു മണ്ടൻ. ചെല്ലി ഇപ്പൊ തന്നെ പോയിക്കോ. അവിടെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സോനമോളെ കൂടി കൂട്ടിക്കോ. അവളാകുമ്പോൾ ചുരിദാറും ചെരുപ്പൊക്കെ മോഡലിനനുസരിച്ച് വാങ്ങുകയും ചെയ്യാം. അത് വേണ്ടമ്മ, അവളെയല്ല, അവളുടെ ആങ്ങളൊരുത്തണ്ടല്ലോ. എവിടാ മരമാക്രി? കണ്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? അവന് മാത്രമേ ഉള്ളൂ ജോലിയും തിരക്കൊക്കെ. എന്തൊരു കഷ്ടാണ് നോക്കണേ. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവൻ ഇന്ന് വൈകുന്നേരം സിംഗപ്പൂർക്ക് പോവാ. വാട്ട്? അപ്പൊ നാളെ എൻഗേജ്മെന്റിനോ അവനുണ്ടാവില്ലേ? ചോദിച്ചിരുന്നപ്പോഴേക്കും ഫെബി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കാലി, കാലി വിളിച്ചു പോയിക്കൊണ്ട് അവൻ കാലിദിന്റെ മുറിയിലേക്ക് കയറി ചെന്നു. അവിടെ സോനയും കാലിതും ചേർന്ന് ആവശ്യമുള്ളതൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുകയായിരുന്നു. അത് ശരി, അപ്പൊ എന്നോട് പറയാതെ അവിടെ പാക്കിംഗ് തുടങ്ങിയല്ലേ? എന്റെ എൻഗേജ്മെന്റ് നിൽക്കാൻ നീ പോകാൻ തീരുമാനിച്ചോ? ഫെബി പരിഭവം പറയുന്നതായിട്ട് മടക്കിക്കൊണ്ടിരുന്ന ഡ്രസ്സ് ബെഡിലേക്ക് എറിഞ്ഞ് കാലിദ് അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു.
1000 സോറിടാ. ഇങ്ങനെ ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത യാത്ര ഇന്ന് തന്നെ ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? മറ്റാരുതാണെങ്കിലും ഞാൻ പോട്ടെ നോക്കും. ഇതെനിക്ക് ഒരുപാട് മിസ് ചെയ്യടാ. അതും പറഞ്ഞ് കാലിത് ഒന്നുകൂടെ അവന് വാരിപ്പുണന്നു. ആ കാഴ്ച കണ്ട് സോനയുടെ കണ്ണു നിറഞ്ഞു. ഫെബിക്ക് എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഈ ബന്ധം ഒന്നുകൂടി മനോഹരമായേനെ. അവൾ അറിയാതെ ചിന്തിച്ചു പോയി. ഒരു നിമിഷത്തെ ആലിംഗനത്തിന് ശേഷം ഫെബിയും കാലിതും വേർപിരിഞ്ഞു. വേറെ വഴിയില്ലല്ലോ, നീ പോയിട്ടോ, നിൽക്കാതെ നമുക്ക് പൊളിക്കാം. എനിക്ക് നാളത്തേക്കുള്ള കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ഉമ്മ ഈ വിവരം എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചെത്തിയിട്ട് കാണാം. കാലിതിനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഫെബി തന്റെ സുഹൃത്തിനെ വിളിച്ചു. എടാ നെജി, ആ പറയടാ, നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും, ഒരു വരെ പോകാനുണ്ട്. എവിടെ? നാളത്തേക്കുള്ള ഷോപ്പിംഗ്. ഓ ദാ ഞാനെത്തി, ഒരു 10 മിനിറ്റ്. പിന്നെ നിന്റെ കെട്ടിയോളെന്തേ, അവളെ കൂടെ കൂട്ടിക്കോ. പെണ്ണുങ്ങളുടെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ നിന്നോട്ടെ. ശരി സർ. ഫെബി പെട്ടെന്ന് ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി. ഒരു മൂളിപ്പാട്ടും പാടി ചാവിയും കയ്യിലിട്ട് കറക്കി പോകുന്ന അവനെ കണ്ട് കാലിത് ഒരു കുസൃതിയോടെ നോക്കി നിന്നു. പടച്ചോനെ, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടതൊക്കെ കാണാൻ കഴിയണേ. അവൻ നെഞ്ചത്ത് കൈവച്ചു. എന്തുകൊണ്ടോ എനിക്ക് ഫെബിക്ക് ഇഷ്ടമാണെന്ന് കാലിക്കയോട് പറയാൻ തോന്നിയില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അവനെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കുമായിരുന്നു. അവർ തമ്മിലുള്ള ബോണ്ടിങ് അത്രമാത്രമാണ്. സോനയുടെ ഉള്ളിൽ എന്തിനെന്നില്ലാതെ ഒരു കനലെരിഞ്ഞു. എടി കൊരങ്ങേ! കാലിദിന്റെ വിളി കേട്ട് അവൾ ചിന്തയിൽ നിന്നുണ്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. നാളത്തെ പരിപാടിയുടെ ഫുള്ള് ഫോട്ടോസ് ഒന്നുപോലും മുടങ്ങാൻ എന്റെ വാട്സാപ്പിലേക്ക് വിട്ടോളണം. ക്യാമറയോട് വെച്ചിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. കാലിദിനോടെല്ലാം സമ്മതിച്ചെങ്കിലും എങ്ങനെയെങ്കിലും ഇത് മുടങ്ങി കിട്ടണമെന്നായിരുന്നു സോനയുടെ ഉള്ളിലെ പ്രാർത്ഥന. എല്ലാം വായിച്ചു കൂട്ടി പാക്കിങ് കഴിഞ്ഞപ്പോഴേക്കും സമയം പാതിര. ഒരു വിധത്തിൽ വീട്ടിലെത്തി. അന്വേഷിച്ചപ്പോൾ കാലിത് പോയെന്നറിഞ്ഞു. ഒരു കുളിയും പാസാക്കി ഇറങ്ങിയപ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളം കൊണ്ട് ഉമ്മ മുറിയിലേക്ക് വന്നിരുന്നു. അവിടെ വെച്ച് പോയി കിടന്നു ഉമ്മ, എനിക്ക് നല്ല ക്ഷീണം. അതും പറഞ്ഞ് ഫെബി ബെഡിലേക്ക് മറിഞ്ഞെങ്കിലും ഉമ്മ പോവാതെ അവിടെ നിന്ന് പരിങ്ങി. അത് കണ്ട് അവനൊന്ന് തല ഉയർത്തി നോക്കി. എന്താ ഉമ്മ, എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? അത് മോനെ, പിന്നെ അവൻ വന്നിട്ടുണ്ട്. ഉപ്പയാ വിളിച്ച്. എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അവനിതിൽ പങ്കെടുക്കേണ്ടതല്ലേ? ആരൊന്നെന്ന്? അവൻ റൈഹാൻ. ആ പേര് കേട്ടതും ഒരു വേള ഫെബിയുടെ നോട്ടം പുറത്തേക്ക് നീണ്ടു. ശേഷം ഉമ്മയിലേക്കും. അവനെപ്പോഴാ വന്ന്? കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. നീ കാണുന്നില്ലേ? ആ കാണാം, ഇനി ഏതായാലും നാളെ ആവട്ടെ. കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ ഉമ്മ മുറിവിട്ടിറങ്ങി. അരേരം തറവാട്ടിൽ സുബിക്ക് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. നിന്നു തിരിയാൻ സമയമില്ലാതെ എല്ലാവരും പരക്കം പായുകയാണ്. ആദിക്ക് മാത്രം വല്ലാത്തൊരു പരവേശം. കഴിച്ചിട്ടും കുടിച്ചിട്ടും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ. കാണാൻ വരുന്നവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് ഇപ്പോഴേ അവൾക്ക് കയ്യും കാലും വിറക്കാൻ തുടങ്ങി. കാപ്പിയും കുടിച്ച് ബാൽക്കണിയിൽ നിന്ന് തണുപ്പുള്ള പ്രഭാതത്തിലെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഫെബി. ഇക്ക, പെട്ടെന്ന് ആ വിളിയിട്ട് അവൻ തിരിഞ്ഞു നോക്കി. ആ റെയ്ഹാൻ, വാ ഇരിക്കെ. ഫെബി പറഞ്ഞ റെയ്ഹാൻ അവൻ്റെ അടുത്തായി ചെന്നിരുന്നു. ഉമ്മ അറിഞ്ഞിരുന്നു വന്നിട്ടുണ്ടെന്ന്. ഞാൻ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി, പിന്നെ നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്തിരുന്നു. അത് കുഴപ്പമില്ല. ഇന്ന് നടക്കാൻ പോകുന്ന വിശേഷങ്ങൾക്ക് അറിഞ്ഞില്ലേ നീ? ഉപ്പ പറഞ്ഞു. കുറെ കാലത്തിന് ശേഷം കണ്ണൂട്ടിയതായതുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. സമയം അതിന്റെ വഴിക്ക് നീ. ഭാവി വധുവിനെ കാണാൻ വേണ്ടി ഫെബിൻ മൊഞ്ചായിട്ട് തന്നെ ഒരുങ്ങിയിറങ്ങി. വണ്ടികൾ വരി വരിയായി വീടിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറി. വാതിൽ വീഴുന്ന മുട്ടിയിട്ട് ആദ്യം ഇത്തേ ഉന്തി വിട്ടു. ആരാണ് നോക്കിത്ത? അതാ അവനാടി, ആഷി. അവനിപ്പോ ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല, അതാ. സാറില്ല, ഇതേതായാലും കഴിഞ്ഞില്ലേ, ഇത്ത് പോയി തുറന്നു കൊടുക്ക്. ആദ്യം പറഞ്ഞു. അവള് പോയി വാതിൽ തുറന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ആശയെ കണ്ട് അവളൊന്ന് പല്ലിളിച്ചു. നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ല ചെക്ക, ഇടയ്ക്കിടെ ഓടിക്ക് വെച്ച് ഇങ്ങോട്ട് വരുന്നു. എനിക്കെന്ത് പണി? നമ്മുടെ ഹിറ്റ്ലർ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ എന്റെ ആദ്യം ഒരുക്കാൻ ഞാനും കൂടിയാനെ. അതും പറഞ്ഞിട്ട് അകത്തേക്ക് ഇടിച്ചു കയറുന്നവനെ നോക്കി ഇത്ത തലയിൽ കൈവച്ചു. ആദി എവിടെ നോക്കട്ടെ. അവളുടെ ചുറ്റും കൂടി നിന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്ന ബാക്കി കസിൻ സിസ്റ്റേഴ്സിനെ പിടിച്ചു മാറ്റി ആശ അവളുടെ മുന്നിലേക്ക് ചെന്നു. ആ മുഞ്ച് കണ്ടറിയാതെ അവൻ മൂക്കത്തി വിരൽ വെച്ചു. എങ്ങനെയുണ്ട്? ആദ്യം അവന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ പടച്ചോനെ, വരുന്ന ചെക്കൻ ഇപ്പൊ തന്നെ തൂക്കിക്കൊണ്ടുപോയില്ലെങ്കിൽ ഭാഗ്യം. ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. മക്കളെ കഴിഞ്ഞില്ലേ, അവരെത്തിയിട്ടുണ്ട്. അമ്മായി ഓടിക്കതച്ച് വന്ന് പറഞ്ഞതും ആദിയുടെ ഉള്ളിൽ ഒരു ആന്തൽ വന്നു. അതുവരെ ചുറ്റിലും കൂടിയുന്ന കുരുപ്പുകളാണെങ്കിൽ ചെക്കനെ കാണാനുള്ള ആക്രാന്തത്തിൽ അവളുടെ കാര്യം ഓർക്കാതെ മുറിവിട്ട് ഇറങ്ങി ഓടി. ആദ്യ ആ കനം തൂങ്ങുന്ന ഡ്രസ്സും താങ്ങി ഒരു വിധത്തിൽ ഇരുന്നിടന്ന് എഴുന്നേറ്റു. ആഷി, ആഷി, മിന്നു, ഈത്താത്താസേ. പുറത്തേക്ക് നോക്കി നീട്ടി വിളിച്ചിട്ടും ഒരു പ്രതികരണം ഇല്ലാഞ്ഞിട്ട് അവൾ തനിയെ നടക്കാൻ തുടങ്ങി. വളരെ സൂക്ഷിച്ച് ഓരോ കാലടി എടുത്തു വെച്ച് സ്റ്റെയർ ഇറങ്ങി താഴോട്ട് ചെന്നു. അവിടുത്തെ വെപ്രാളവും മൂത്തുമ്മമാരുടെ ഓട്ടോ എല്ലാം കൂടെ കണ്ട് ഒളിമ്പിക്സ് നടക്കുകയാണ് അവിടെ എന്ന് പോലും തോന്നിപ്പോയി അവൾക്ക്. ഷിയാബ് മുതിർന്നവരോടൊപ്പം ഉമ്മറത്തേക്ക് ഇറങ്ങി ചെന്ന് ആദരവോടെ ഓരോരുത്തരെയും സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. വിശാലമായ ഡൈനിങ്ങിൽ അറേഞ്ച് ചെയ്ത സോഫയിലേക്ക് പതിയെ എല്ലാവരും ഇരുത്തമുറപ്പിച്ചു. അപ്പോഴേക്കും ട്രേയിൽ നിരത്തിയ ജ്യൂസുകളുമായി കുട്ടിപ്പാട്ടാണെങ്കിൽ അവർക്ക് നേരെ നടന്നെടുത്തിരുന്നു. ആഷി, ആദ്യം വിളിച്ചതും അവൻ ആ ഭാഗത്തേക്ക് നോക്കി എന്തായെന്ന് പുരികമുയർത്തി. നീ ആ ജ്യൂസ് ആദ്യം കൈ കൊടുത്തിട്ട് ഒന്നിങ്ങ് വാ. അവളുടെ ടെൻഷനും പരിഭ്രമവും കണ്ട് ട്രേ ഷിയാബിനെ ഏൽപ്പിച്ച് ആഷി ആദിയുടെ അടുത്തേക്ക് ചെന്നു. ഒരു ധൈര്യത്തിനൊന്നോണം അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു.
മോളെ വാ, അവരന്വേഷിക്കുന്നു. അമ്മായി വന്ന് പറഞ്ഞതും ആദിയുടെ ഹൃദയം കിടന്ന് പെരുമ്പറവിട്ടാൻ തുടങ്ങി. അമ്മായി, എനിക്കൊന്ന് ടോയ്ലറ്റ് വരെ പോണായിരുന്നു. എന്റെ പൊന്നാദി, നിന്നെ ഒന്ന് കാണാനവർ വിളിക്കുന്നു. നിന്ന് BP കൂട്ടാ കുട്ടി, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അമ്മായി അവളെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടത്തിച്ചു. ഒരു ധൈര്യത്തിൽ ആശി അവരോടൊപ്പം ചെന്നു. ആദിയുടെ കാട്ടിക്കൂടൽ കണ്ടിട്ട് കസിൻസ് ചുറ്റും നിന്ന് കുലുങ്ങി ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനെയും നെടുമ്പുറം പൊളിയുന്ന വിധം ഓരോന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് അതൊന്നും വകവെക്കാതെ അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. ശ്വാസം വലിച്ചു വിട്ട് ആഷിയുടെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ച് ചെക്കിന്റെയും വീട്ടുകാരുടെയും മുന്നിലേക്ക് കടന്നു നിന്നു. കൂടെയുള്ളവരെ പോലെ തന്നെ പെണ്ണിനെ ഒരു നോക്ക് കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു പയ്യനും. കണ്ണു നട്ട് അവിടെ വരവും പ്രതീക്ഷിക്കുന്നവൻ ആദി കാഴ്ചയിൽ തന്നെ ഞെട്ടി വാപൊളിച്ച് തല ഉയർത്തി നോക്കിയ ആദിയുടെയും കൂടെ നിന്ന് ആഷിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. മൂന്നുപേരും ഒരുപോലെ സ്തംഭിച്ചു. സാറോ? ആകാംക്ഷ വിട്ടുമാറാതെ ആഷിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വീണപ്പോഴാണ് എല്ലാവരുടെയും നോട്ടം ഫെബിയിലേക്കും ആദിയിലേക്കും മാറി മാറി നീങ്ങിയത്. രണ്ടും ഇപ്പോഴും അതേ എക്സ്പ്രഷനിൽ തന്നെ കണ്ണുമീഴ്ച അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താടാ, നിനക്ക് നേരത്തെ അറിയാവൂടെ? ഉപ്പയുടെ ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അത് ഉപ്പ, ആദിലെന്റെ സ്റ്റുഡന്റ് ആണ്. അതും പറഞ്ഞ് അടുത്തിരിക്കുന്ന ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി മെല്ലെ അവൻ കയ്യിൽ പിടിച്ചു. ഉമ്മ പ്ലീസ്, ഇത് നടക്കില്ല, എനിക്ക് താല്പര്യമില്ല. ഫെബി പറഞ്ഞു കേട്ട് തെല്ലി ദേഷ്യത്തോടെ ഉമ്മ അവനെ കൂർപ്പിച്ച് നോക്കി. അവരുടെ കൂർപ്പിച്ചുള്ള നോട്ടം താങ്ങാൻ കഴിയാതെ ഫെബിൻ കെഞ്ചി. ഉമ്മ പ്ലീസ്. വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താടാ? അവൾക്ക് വേറെ എന്തെങ്കിലും പറയത്തെ കുഴപ്പങ്ങളുണ്ടോ? അല്ലെങ്കിൽ മോശപ്പെട്ട മറ്റു വല്ല സ്വഭാവങ്ങളും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല ഉമ്മ. ഇത്രയും കാലം പഠിപ്പിച്ച ഒരു കുട്ടി എന്റെ ഭാര്യയുടെ സ്വീകരിക്കുന്നു പറയുമ്പോൾ എനിക്കതിന് പറ്റുമെന്ന് തോന്നില്ല. അവൻ പറഞ്ഞ മുടന്ന ന്യായം കണക്കിലെടുക്കാതെ ഉമ്മ എണീറ്റ് ആദിക്കരികിലേക്ക് ചെന്നു. ഒരു നറുപുഞ്ചിരി അവൾക്കായി സമ്മാനിച്ച് അവളുടെ മുഖം കൈകളാൽ കോരിയെടുത്ത് ഇരുകവിളിലും മാറി മാറി ചുംബിച്ചു. സുന്ദരി കുട്ടി. ആദിയെ നോക്കിയത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഫെബിയുടെ കിളികൾ നാലു ഭാഗവും പറക്കാൻ തുടങ്ങി. അവൻ പതിയെ കണ്ണുകൾ ഇരുവശങ്ങളിലേക്കും സഞ്ചരിപ്പിച്ചു. ചുറ്റുമുള്ളവരുടെ മുഖത്തും അതേ പ്രസന്നത തന്നെ. എല്ലാവർക്കും ആദ്യം നന്നായി ബോധിച്ചെന്ന് അവന് മനസ്സിലായി. ആദിയുടെ കണ്ണുകൾ അപ്പോഴും ഫെബിയുടെ മുഖത്തായിരുന്നു. സാറിന്റെ ഭാവം എന്താണെന്നറിയാൻ അവൾ അവനെ നോക്കി നിന്നു. ഓർപ്പിക്കുന്നതിന് മുമ്പേ അവർക്ക് രണ്ടുപേർക്കും വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ? അങ്ങനെയൊക്കെ ഒരു നാട്ടു നടപ്പുള്ളതല്ലേ? കൂട്ടത്തിൽ ഒരാൾ അഭിപ്രായപ്പെട്ടതും എല്ലാവരും അത് ശരിവെച്ചു. ആദിക്ക് ആകെ ഒരു ചമ്മല് തോന്നി. അവൾ ആശയെ നോക്കിയതും ഒന്നുമില്ലെന്ന് അവൻ കണ്ടു കാണിച്ചു. മടിച്ചിരുന്ന രണ്ടുപേരെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് അടുത്തുള്ള ഒഴിഞ്ഞ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുള്ളിൽ കയറി എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും ഒരേപോലെ നിന്ന് വിയർക്കാൻ തുടങ്ങി. പരസ്പരം മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നിന്ന് പരിങ്ങി. സർ. മൗനത്തെ ഭേദിച്ച് ശബ്ദം താഴ്ത്തി ആദ്യം അവനെ വിളിച്ചു. അതില പ്ലീസ്, ദയവ് ചെയ്ത് നീ ഇതിൽ നിന്ന് പിന്മാറണം. നിനക്ക് താല്പര്യമില്ലെന്ന് അവിടേക്ക് മുന്നിൽ ചെന്ന് നിന്ന് പറയണം. ഞാൻ എതിർത്തിട്ട് ഉമ്മ അതിന് മൈൻഡ് പോലും കാണിച്ചില്ല. അറിയാലോ, നമ്മൾ തമ്മിൽ മുഖാമുഖം കണ്ടാൽ തന്നെ കീരിയും പാമ്പ് പോലെയാ. ഒത്തുപോകാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. അതുമല്ല, ഇത്രയും കാലം പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡന്റിനെ ഭാര്യാസ്ഥാനത്തേക്ക് കൊണ്ടുവരികയെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. ആദിയുടെ മുന്നിൽ നിന്ന് യാചിക്കുന്ന രീതിയിൽ ഫെബി അപേക്ഷിച്ചു. ഒരു നിമിഷം എന്ത് മറുപടി കൊടുക്കുന്നറിയാതെ അവൾ സാറിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ശേഷം അവന്റെ കൈത്തണ്ടിൽ പിടിച്ച് ജനലിൽ നേരെ തിരിച്ചിരുത്തി പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഫെബിയുടെ കണ്ണുകൾ ആ ഭാഗത്തേക്ക് ചലിച്ചു. മുറ്റം നിരത്തിയ ടേബിളിലേക്ക് പലതും അടുക്കി വെക്കാനായി പരക്കം പായുകയായിരുന്നു ഷിഹാബ്. ഫെബിയുടെ നോട്ടം വീണ്ടും ആദിയിലേക്കായി. അത് ബ്രദർ അല്ലേ? കാണുന്നവർക്ക് സാവധാനാണെങ്കിലും എനിക്ക് അതിന്റെ ഉപ്പയാണ് സർ. അങ്ങനെയാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ആ മുഖത്ത് നോക്കി ഒരക്ഷരം ഇതുവരെ എതിർത്ത് പറഞ്ഞിട്ടില്ല ഞാൻ. പേടിച്ചിട്ടോ ബഹുമാനം കൊണ്ടോ എന്തോ എനിക്കറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഒരു കല്യാണം ഞാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. മുക്കാലും ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത്. എന്നെ പറഞ്ഞു വിടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല, ഇക്കാരൻ്റെ കടമാവിന് നിർവഹിച്ചേ പറ്റൂ. അല്ലെങ്കിലും പഠിപ്പിക്കുന്ന സാറാണല്ലോ ഒറ്റക്കാരൻ കൊണ്ട് ആരും തന്നെ ഇതിൽ നിന്ന് പിന്തിരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നിങ്ങളെയും വീട്ടുകാരെയും കുറിച്ച് അന്വേഷിച്ചിട്ടാ ഇങ്ങോട്ട് വരാനുള്ള സമ്മതം തന്നെ ഷിയാബിക്ക് നിങ്ങൾക്ക് തന്ന്. അതിനർത്ഥം നിങ്ങൾ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. ആദ്യം പറഞ്ഞിരുത്തി ഫെബിയെ നോക്കി. ആ മുഖത്ത് ആകെ ഒരു നിരാശപ്പെടുന്ന കിടപ്പുണ്ട്. പിന്നെയൊന്നും പറയാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി. പുറകിലായി അവളും. അപ്പോഴേയും കൊണ്ടുവന്ന ഗിഫ്റ്റുകളുമായി എല്ലാവരും ആദ്യം കാത്തിരിക്കുകയായിരുന്നു. ഓരോന്നും കൈമാറുന്നതിനൊപ്പം എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ അവർ മറന്നില്ല. കൂടാതെ അവളെയും ഫെബിയെയും തിരിച്ചു മറിച്ചു നിർത്തി പോസ് ചെയ്യിപ്പിച്ചും നിരവധി ഫോട്ടോകൾ എടുത്തുകൂട്ടി. പ്രതികരിക്കാൻ നിവൃത്തിയില്ല രണ്ടുപേരും അവരുടെ കാട്ടിക്കൂട്ടലുകൾക്ക് നിന്നുകൊടുത്തു. ഏറ്റവും ഒടുവിൽ ഫെബിയുടെ ഒരു ജ്വല്ലറി ബോക്സ് തുറന്ന് അതിൽ കരുതിയ ബ്രേസ്ലെറ്റ് എടുത്ത് ആദിയുടെ കയ്യിലണിയിച്ചു. അവളെ സ്വീകരിച്ച് ഒളികണ്ണാല സാറിന്റെ മുഖത്തേക്കൊന്ന് എത്തി നോക്കി. അവിടെ വലിയ തെളിച്ചമില്ല. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത്. എടാ, നീ ഒന്ന് ടെൻഷൻ ആവാതെ, നിനക്ക് കഴുത്തിലണിയിച്ചു കൊടുക്കാനുള്ള അവസരമുണ്ട്. അവൻ ചെറുതായെന്ന് ചമ്മിയെങ്കിലും പുറത്തേക്ക് കാണിക്കാതെ ഉടനെ അതിന് മറുപടി കൊടുത്തു. അതിന് നീ ഒരുപാട് സമയം കാത്തിരിക്കണ്ടേ? അവന്റെ മറുപടിയിൽ അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വാക്കാൽ ബന്ധം പറഞ്ഞുറപ്പിച്ച് ഇരു വീട്ടിലെയും കാരണന്മാർ തമ്മിൽ കൈകൊടുത്തു. അപ്പോഴേക്കും മുറ്റത്തെ പന്തലിൽ ഭക്ഷണം തയ്യാറായിരുന്നു. എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. ആഷി സാറിനെ നന്നായി പരിഗണിച്ചുകൊണ്ട് അടുത്ത് തന്നെ നിന്നു. ഫെബിയുടെ ബന്ധുക്കൾ നിർബന്ധപൂർവ്വം ആദ്യം പിടിച്ചുകൊണ്ടുപോയി അവന്റെ അരികിലായി ഇരുത്തിച്ച് അവളുടെ പ്ലേറ്റിലേക്കായി ഓരോന്ന് വിളമ്പിക്കൊടുത്തു.
രക്ഷയിൽ നിന്ന് മനസ്സിലാക്കി ഇരുവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു തുടങ്ങി. ഇടയ്ക്കിടെ കളിയാക്കലുകൾ ചുറ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് ഫെബി പിടിച്ചു നിന്നു. കുറച്ചു സമയം കൂടെ അവരുടെ ഇടയിൽ ചെലവഴിച്ച് അവനും വീട്ടുകാരും മടങ്ങിപ്പോയി. പക്ഷേ ഫെബിയുടെ ഇഷ്ടക്കേടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സൈഡിൽ മാറിന്ന് സന്തോഷിക്കുകയായിരുന്നു സോന. ഇനി ഈ കല്യാണം മുടക്കുന്ന അത്ര വലിയ പണിയുള്ള കാര്യമില്ല. ഫെബിയുടെ മനസ്സിലേക്ക് എരിവ് കയറ്റി എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ അകറ്റാനുള്ള പദ്ധതികൾ അവൾ കണക്കൂട്ടി തുടങ്ങി. അവരുടെ കാർ ഗേറ്റ് കടന്ന് പോകുന്നവരെ ആദ്യം നോക്കി നിന്നു. ശേഷം അകത്തേക്ക് കയറിപ്പോയി. മിനുവിനെയും വിളിച്ച് റൂമിലേക്ക് ചെന്ന് ഒരുങ്ങിക്കെട്ടിയ വേഷങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. മിനു, ഇനി നീ പോയിക്കോ, ഞാൻ ഈ മേക്കപ്പ് കളഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി തുസേ. ഒരു ബാത്ത് ടവലും എടുത്ത് ആദ്യം കുളിക്കാൻ കയറി ഒന്ന് ഫ്രഷായി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ കേട്ടു വലിയ ബഹളവും കൂക്ക് വിളികളും ഒക്കെ. കാര്യം എന്താണെന്നറിയാൻ അവൾ നടത്തത്തിന്റെ വേഗതയൊന്ന് കൂട്ടി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ വാ പൊളിച്ചു. മഹാപാപികളെ, എന്ത് ദുഷ്ടത്ര നിങ്ങൾ ചെയ്ത് എന്നെ വിളിക്കാതെ ചോദിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും നോക്കി പല്ലിയരിച്ചു. നീ ബാത്റൂമിൽ കയറുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? കുറച്ചേരം കാത്തു, പിന്നെ ക്ഷമ കേട്ടപ്പോൾ ഓരോന്നായി പൊളിച്ചു തുടങ്ങി. ആ മുഖത്ത് പരന്നെടുക്കുന്ന ചോക്ലേറ്റ് തുടച്ചുകളാം, ആ മുഖത്ത് പരന്നെടുക്കുന്ന ചോക്ലേറ്റ് ഒക്കെ തുടച്ചുകളാം ആദ്യം, എന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മതി. ആശയോട് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അവൾ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. അവിടെ ആകമാനൊന്ന് കണ്ണോടിച്ചു. അവൾ ഫ്രഷ് ആവാൻ പോയ സമയത്തിന് ഫെബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ ഗിഫ്റ്റുകളും തുറന്ന് അവർ പരിശോധന കഴിഞ്ഞിരുന്നു. പോരാതിന് മിഠായികളും നെറ്റ്സും എല്ലാം പൊട്ടിച്ച് തീറ്റി ആരംഭിച്ചിട്ടുണ്ട്. ഷ്യാബക മാത്രമല്ല, മൂത്താപ്പമാരും അമ്മായും ഉമ്മയും ഒക്കെ ഈ കുട്ടികളിക്ക് കൂട്ടുന്നതിൽ ആദ്യം അത്ഭുതം തോന്നി. ഐഫോൺ നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം കേട്ടോ. അമ്മായിയുടെ മൂത്ത് കുരിപ്പ് ഫോണും കയ്യിൽ പിടിച്ചത് പറഞ്ഞപ്പോൾ ഒറ്റ വലിക്ക് അത് കൈക്കലാക്കി. ആദ്യം അവൾ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചു. ഒട്ടും വൈകാതെ അവരോടൊപ്പം ഇരുന്ന് ചോക്ലേറ്റ്സും നട്ട്സും എല്ലാം അകത്താക്കാൻ തുടങ്ങി. ഇനി നോക്കി എന്നാൽ തരി ബാക്കിയാണില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്കത്രയും ഫെബി നഖവും കടിച്ചിരുന്ന് ചിന്തയിലാണ്ടിരിക്കുകയായിരുന്നു. സോന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ കയറി ഒന്ന് ഫ്രഷ് ആയതവൾ മെല്ലെ അവന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. എന്തോ ആലോചനയിൽ നിലത്തെയും കണ്ണൂന്നി കട്ടിലിരിക്കുന്ന ഫെബിയെ അവളൊന്ന് സൂക്ഷ്മം വീക്ഷിച്ചു. ശേഷം ഒന്ന് മുരടനക്കി. മുന്നിൽ ആൾ പെരുമാറ്റം കേട്ട് അവൻ പെട്ടെന്ന് തലയുയർത്തി നോക്കി. അപ്പോഴേക്കും സ്വപ്നം കാണാൻ തുടങ്ങിയ പുതുമാരൻ ചോദിച്ചുകൊണ്ട് അവൾ അവനടുത്തേക്ക് നടന്നു. ഏയ്, അതൊന്നുമല്ല. പിന്നെ എന്തോ വലിയ ചിന്തയിലാണല്ലോ. കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്ക? എന്ത് പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. നല്ല ക്ഷീണം തോന്നുന്നു, കുറച്ച് വിശ്രമിക്കണം. അതും പറഞ്ഞ് ഫെബി ബെഡിലേക്ക് നിവർന്നു കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.